CPM പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ഡൽഹിയിൽ ആരംഭിക്കും. കേരളത്തിലെയും ബംഗാളിലെയും തിരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് PB തയ്യാറാക്കിയ റിപ്പോർട്ട് ഇന്നത്തെ കേന്ദ്ര കമ്മിറ്റി യോഗം ചർച്ച ചെയ്യും. 3 മാസത്തെ ഇടവേളയ്ക്കിടയിൽ നടക്കേണ്ട യോഗം സാധാരണയിൽ നിന്ന് വിഭിന്നമായി വിളിച്ചു ചേർക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. വിഷ്ണുപ്രസാദ് ഉണ്ട് ഡൽഹിയിൽ നിന്നും. വിഷ്ണുപ്രസാദ്, ഗുഡ് മോർണിംഗ്. ഈ പരാജയത്തിന്റെ കാരണം ലളിതമായി ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിയാൽ എങ്ങനെയായിരിക്കും എന്ന സിനിമ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. വീണ്ടും വീണ്ടും ഇതൊക്കെ വിശകലനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. വിശദാംശങ്ങൾ എന്ത് കേന്ദ്ര കമ്മിറ്റി യോഗവുമായി ബന്ധപ്പെട്ട്? മോത്തിക്ക് സംസ്ഥാനത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായ തോൽവി, അതിൽ പ്രത്യേകിച്ച് CPM-നുണ്ടായ തോൽവി, തിരിച്ചടി, ഇതെല്ലാം തന്നെ അവലോകനം ചെയ്തുകൊണ്ട് സംസ്ഥാന സമിതി ഒരു റിപ്പോർട്ട് കഴിഞ്ഞ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ സമർപ്പിച്ചിരുന്നു. ആ പോളിറ്റ് ബ്യൂറോ യോഗം പോലും ആ റിപ്പോർട്ട് പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടില്ല. വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് പാർട്ടിക്കുള്ളിലെ സംസ്ഥാന ഘടകത്തിൽ നിന്ന് തന്നെ ഉയരുന്നത്. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ച, അതുമായി ഉണ്ടായ വിവാദങ്ങൾ, തുടർന്ന് വിമത നീക്കങ്ങൾ, അതിലുണ്ടായ രണ്ടഭിപ്രായം തുടങ്ങിയ നിരവധി വിഷയങ്ങൾ CPM-ന് മുൻപിലുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ തെറ്റുതിരുത്തൽ രേഖയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. തെറ്റുതിരുത്തൽ നടപടികളുടെ ഭാഗമായി കഴിഞ്ഞ PB യോഗം വിലയിരുത്തിയത് ചില നേതാക്കൾക്ക് പാർലമെന്ററി മോഹം ഉണ്ടായി എന്നുള്ളത് ഉൾപ്പെടെയുള്ള ചില വിമർശനങ്ങളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അവസാന വാക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ഉയർന്ന തീരുമാനമെടുക്കാനുള്ള അതോറിറ്റി എന്ന് പറയുന്നത് CPM കേന്ദ്ര കമ്മിറ്റി യോഗമാണ്. സാധാരണ 3 മാസത്തെ ഇടവേളയ്ക്കിടെ ചേരുന്ന യോഗം ഇത്തവണ 1.5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഡൽഹിയിൽ വെച്ച് ചേരുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ തുടങ്ങിയ